പോലെ അവരെ സ്ട്രെസ് വരുമ്പോൾ അവരെ അങ്ങനെ ഒരു സ്റ്റെക്ക് ആവുന്ന ഫീൽ അല്ലേ ബ്രീത്തിങ്ങിൽ അല്ലെങ്കിൽ അങ്ങനെ. ശരിക്കും ഇതിൻ്റെ ഒരു സയന്റിഫിക് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയുള്ള ഒരു കപ്പാസിറ്റിയാണ് ഓക്സിജനെ നന്നായിട്ട് എടുക്കാനും നമ്മുടെ ബാഡ് ബ്രെത്തായ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയാനും. അത് അവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവർക്ക് പലതും അവർ പോലും അറിയാതെ അതിനെങ്ങനെ കോപ്പപ്പ് ചെയ്തു പോകും. ഈ സ്ട്രെസ് കൂടി ആങ്സൈറ്റി കൂടി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ശരീരം മുഴുവൻ തളരുന്ന പോലെ ഫീൽ ചെയ്യും. തൊണ്ടയിലോ നെഞ്ചിലോ എന്തോ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. ശരീരം മുഴുവനും ചൂടാവും അല്ലെങ്കിൽ ഓവർ തണുപ്പോ കുട്ടിക്ക് ഫീൽ ചെയ്യാം. നേരത്തെ പറഞ്ഞില്ലേ സാറേ, കുട്ടികൾ സ്വയം ചിന്തിക്കും ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നിട്ടും ഞാൻ അങ്ങോട്ട് സ്ട്രെസ് കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലേ? ഈ സ്ട്രെസ് മാനേജ്മെന്റ് അവർക്ക് സ്ട്രെസ് വന്നിട്ട് ഇതാക്കാനല്ല, സ്ട്രെസ് വര അല്ലെങ്കിൽ അതിനെ മാനേജ്മെന്റിൽ ഒരു ഏറ്റവും നല്ല മാർഗം എക്സസൈസ് ആണ്. ഒന്ന് ഫിസിക്കൽ എക്സസൈസ്, അതേപോലെ മെഡിറ്റേഷൻ ഏറ്റവും നല്ലൊരു മാർഗം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ മെമ്മറി അസറ്റോക്കൊളിൻ ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യും, കൂടുതൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഒന്നും ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്ത് ബ്രീത്തിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് 6 to 1 കൗണ്ട് ചെയ്യാൻ പറയും. ആ ഓരോന്ന് കൗണ്ട് ചെയ്യുമ്പോഴും ജസ്റ്റ് വിഷ്വലൈസ് ദ നമ്പർ. ആ നമ്പർ 60, 59, 58 ആ നമ്പർ വിഷ്വലൈസ് അതിങ്ങനെ വിഷ്വലൈസ് താഴോട്ട് ഇങ്ങനെ വരും. ഓരോ വിഷ്വലൈസേഷൻ എടുക്കുമ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും ഐ എം ഗെറ്റിംഗ് മച്ച് മോർ എനർജി ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു അഫർമേഷൻ എൻ്റെ കൂടെ കൊടുക്കാം. അഫർമേഷൻ എന്താണോ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അഫർമേഷൻ കൊടുക്കുന്നത് നമ്മൾ ആയിരിക്കും എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ഐ ക്യാൻ ലേൺ വെരി സ്മൂത്ത്ലി. എനിക്ക് വളരെ സ്മൂത്തായി പഠിക്കാൻ, എനിക്ക് നന്നായി മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഓരോ സംഭവങ്ങളിലും ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റെഗുലറായി ചെയ്യുമ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു മെമ്മറൈസിങ് കപ്പാസിറ്റി കൂടും. കാരണം നമ്മൾ സംഭവം പഠിച്ചു, നമ്മൾ സെൻസറി മെമ്മറിയിലേക്ക് എത്തി, നോക്കി കണ്ടു. അത് കഴിഞ്ഞ് നമ്മളത് എൻകോഡ് ചെയ്ത് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് എത്തുമ്പോൾ 30 സെക്കൻഡ് നമ്മൾ മനസ്സിൽ നിൽക്കും. അത് നമ്മൾ ലോങ് ടൈം മെമ്മറിയിലേക്ക് എത്തുമ്പം അൺലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ലോങ് ടൈം മെമ്മറി. പക്ഷെ ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ എക്സസൈസ് ചെയ്ത് ഷോർട്ട് ടൈമിലേക്ക് എത്തി ലോങ് ടൈമിലേക്ക് നമ്മൾ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളും പെഗ്വേർഡ് മെത്തേഡോ എന്തെങ്കിലും മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ലോങ് ടൈമിലേക്ക് എത്തിയ സാധനം ആവശ്യമുള്ള സമയത്ത് ഡീകോഡ് ചെയ്ത് വരണമെങ്കിൽ യു ഷുഡ് ഡു എക്സസൈസ്, യു ഷുഡ് ഡു ബ്രീത്തിങ്. ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അബ്ഡോമിനൽ ബ്രീത്തിങ് തെറാപ്പി ഉണ്ട്, അത് ചെയ്യുക. അല്ലെങ്കിൽ പ്രാണായാമ തെറാപ്പികൾ അത് ചെയ്യുക. അല്ല ആങ്സൈറ്റി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണെങ്കിൽ JPMR പോലത്തെ PMR പോലത്തെ തെറാപ്പികളുണ്ട്. അത് എങ്ങനെയെന്നുള്ളത് കൺസേൺ ആയിട്ടുള്ള തെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനും ചെയ്യാനും പറ്റും. ബ്രീത്തിങ്ങിന്റെ ഒരു ബ്രീത്തിങ് എക്സസൈസിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടല്ലോ, നമ്മളെപ്പോഴും കേൾക്കും എക്സാം ഹോളിൽ പോയാലും എവിടെ പോയാലും അവരെ സ്ട്രെസ് വരുമ്പോൾ അവരെ അങ്ങനെ ഒരു സ്റ്റെക്ക് ആവുന്ന ഫീൽ അല്ലേ ബ്രീത്തിങ്ങിൽ അല്ലെങ്കിൽ അങ്ങനെ. ശരിക്കും ഇതിൻ്റെ ഒരു സയന്റിഫിക് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയുള്ള ഒരു കപ്പാസിറ്റിയാണ് ഓക്സിജനെ നന്നായിട്ട് എടുക്കാനും നമ്മുടെ ബാഡ് ബ്രെത്തായ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയാനും. അത് അവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവർക്ക് പലതും അവർ പോലും അറിയാതെ അതിനെങ്ങനെ കോപ്പപ്പ് ചെയ്തു പോകും. ആങ്സൈറ്റിൻ്റെ ഈ സ്ട്രെസ് കൂടി ആങ്സൈറ്റി കൂടി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ശരീരം മുഴുവൻ തളരുന്ന പോലെ ഫീൽ ചെയ്യും. തൊണ്ടയിലോ നെഞ്ചിലോ എന്തോ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. ശരീരം മുഴുവനും ചൂടാവും അല്ലെങ്കിൽ ഓവർ തണുപ്പോ കുട്ടിക്ക് ഫീൽ ചെയ്യാം. ഒരു തലക്കൊക്കെ എന്തോ ഒരു ഡിസിനെസ് പോലെ ഫീൽ ചെയ്യാം. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഈ പറയുന്ന സ്റ്റക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രീത്തിങ് തെറാപ്പി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ബോഡിയിലേക്ക് കെമിക്കൽ മെക്കാനിസം ഇക്വിലിബ്രിയത്തിലേക്ക് പോവുകയും ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് എക്സസൈസ് ചെയ്യാം, 2 ബ്രീത്തിങ് തെറാപ്പി കൊടുക്കാം, 3 മെഡിറ്റേഷൻ, 4 ഡയറ്റ് പ്ലാനും നല്ലതാണ്. ഡയറ്റ് ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് നമ്മൾ ഈ എന്താ പറയുക പുറമേയുള്ള ഐറ്റംസ് കൂടുതൽ അല്ലെങ്കിൽ ജങ്ക് ഫുഡിന് പകരം ഹോംലി ഫുഡ് എക്സാം പ്രത്യേകിച്ച് അത് ആഡ് ചെയ്യാം, മൾട്ടിവൈറ്റമിൻസ് ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിക്ക് സ്ട്രെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ടൈം മാനേജ് ചെയ്തേ പറ്റൂ. പോസിറ്റീവ് അഫർമേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള കമൻറ്റും നമ്മളെ കമൻറ്റും പോസിറ്റീവ് ആയിരിക്കണം. നമ്മളിപ്പോൾ കുട്ടികൾ പഠിക്കുന്ന എന്താ ആവോ എന്നുള്ള കമൻറ്റ് പറയുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ കമൻറ്റുകൾ ഒഴിവാക്കുക.
നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തായിരിക്കും, കുട്ടികൾ അത് കേൾക്കും, കുട്ടികൾ വിചാരിക്കും എൻ്റെ ഡയലോഗ് കേട്ടതിന് ശേഷം സ്വന്തമായി തീരുമാനം എടുക്കും, ഈ ഡയലോഗിനെ തോൽപ്പിക്കാം എന്നിട്ട് സ്വന്തമായിട്ട് പഠിച്ച് റെഡി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മളതൊക്കെ റെയറസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോയിന്റ് ശരിയാവണമെങ്കിൽ എനിക്ക് തോന്നുന്നു പാരന്റ്സിനെ നന്നായിട്ട് അവെയർ ചെയ്തു, ആ എൻവയോൺമെന്റ്, ആ നർച്ചറിങ് മെത്തേഡ് ക്ലിയർ ആവണമെങ്കിൽ അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സൈക്കോ എഡ്യൂക്കേഷൻ. പാരൻസ് ചിന്തിക്കേണ്ടത് എൻ്റെ കുട്ടിയും എന്നെ പോലെ ഒരു മനുഷ്യനാണ്. വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഫ്രം സൊസൈറ്റി, വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഫ്രം എ ബോസ്, വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഫ്രം മൈ കൊളീഗ്സ്, വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഫ്രം, ഞാൻ എന്താണ് എൻ്റെ വർക്കിന് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നെ കളിയാക്കുന്നത് എനിക്കിഷ്ടമാണ് അല്ല. അതേപോലെ തൻ്റെ മക്കളെയും കുട്ടികളാണെങ്കിൽ പോലും വലിയതായിട്ട് കാണുമ്പോൾ മാത്രമേ റിസൾട്ടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ടൈം മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു, നമ്മളെ ഒരു ടൈം മാനേജ്മെന്റിൽ അതാണ് ചില കുട്ടികൾ മാറ്റി വെക്കും, ചിലത് പ്രോക്രാസ്റ്റിനേഷൻ. അതായത് നേരത്തെ പറഞ്ഞ ആദ്യം നമ്മൾ എഴുതി വെച്ചിട്ട് ആ എഴുതി വെച്ചത് ഇന്ന് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് അതിനെന്താണോ പലപ്പോഴും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ പറയാം. അവർക്കൊരു ഗോൾ ഉണ്ട്, പക്ഷെ അത് സിംപ്ലിഫൈ ചെയ്യാൻ അവർക്കറിയാം. അതായത് ഷോർട്ട് ടേം ഗോള്, ലോങ് ടേം ഗോള്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം. ഒന്ന് ലോങ്ങിൽ ഗോൾ സെറ്റ് ചെയ്താൽ വിത്ത് ദിസ് മന്ത് വാട്ട് ഐ ഹാവ് ടു ഡു, ഇതാണ് ഒന്നാമത്തെ ഗോൾ. വിത്ത് ദിസ് വീക്ക് വാട്ട് ഐ ഹാവ് ടു ഡു. അപ്പോൾ ഒരാഴ്ച, ഒരു മാസം, 1.5 മാസം, 2 മാസം എന്ന് കാണുമ്പോഴേ അവർക്ക് പലപ്പോഴും അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ കൂടെ ഇതിങ്ങനെ ടാസ്ക്, സിമ്പിൾ ടാസ്ക്. ഇന്നലെ വന്ന കുട്ടിയും പറഞ്ഞു, ഈ ടാസ്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കി കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പൊ ഒരു അക്കാദമിക്സ് ഒന്നിച്ചൊരു വർക്ക് കൊടുത്താൽ കുട്ടികൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയൂല. ഇപ്പൊ അക്കാദമിക്സിൽ നിങ്ങളെ സ്റ്റുഡൻസ് ഒരു പബ്ലിക് എക്സാമിനേഷനാ കാണുന്നെങ്കിൽ അവരത്രയും പഠിക്കേണ്ട, അതായത് കുട്ടികൾ പറയും 10 പോർഷൻസ് ഇല്ലേ, അല്ലെങ്കിൽ 10 ചാപ്റ്റേഴ്സ് ഇല്ലേ, പക്ഷെ ഇതെങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സിമ്പിൾ സ്റ്റെപ്പ്